അസ്സലാമലൈക്കും. നമ്മൾ ഒരാളെടുത്ത് നല്ല കമ്പനിയായി, നല്ല ക്ലോസ് ആയിട്ട് കുറെ നമ്മൾ ട്രസ്റ്റ് ആക്കി നല്ലൊരു ബോണ്ടായി വരുമ്പോഴേക്കും പെട്ടെന്ന് വെച്ചിട്ട് മെസ്സേജസ് കുറയും, സംസാരങ്ങൾ കുറയും, എപ്പോഴെങ്കിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ തിരക്കുകൾ കൂടും. പ്രശ്നം എന്നൊക്കെ ഒറ്റയടിക്ക് ആരും നിർത്തി പോലെ. എങ്ങനെ നിർത്താന്ന് വെച്ചാൽ ഇവര് പറയും ഇന്ന് ടെക്സ്റ്റ് ആക്കാൻ കഴിയില്ല, ഇതാക്കാൻ കഴിയില്ല, ഇന്നതാക്കാൻ കഴിയില്ല. അങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് അവസാനം ഇതൊന്നായിട്ട് ഇല്ലാണ്ടാവും. എല്ലാവരും പറയില്ലേ ഓരൊക്കെ വലുതായി, ഓരൊക്കെ തിരക്കായി, അതൊക്കെ വലുതായതൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രയോറിറ്റി. നമ്മൾ ലൈഫിൽ ഒരിക്കലും ഒരാൾക്ക് തന്നെ എപ്പോഴും ഫുൾ ടൈം പ്രയോറിറ്റി കൊടുക്കണമെന്നില്ല. അതിപ്പോൾ ഏതൊരു ഹ്യൂമൻ ബീങ്ങിന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഇങ്ങനെ ഓരോ ദിവസം കൂടും, അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴും, അല്ലെങ്കിൽ ഓരോ കൊല്ലം കൂടുമ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളെ എങ്ങനെയാണോ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ആ ഒരു ട്രീറ്റിംഗ് അനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുക. കാരണം എപ്പോഴാണ് അവരുടെ പ്രയോറിറ്റി മാറുക, അതിപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും വേറെ ആരൊക്കെ കേസിലാണെങ്കിലും അവരുടെ പ്രയോറിറ്റി എപ്പോഴാണ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരാൾക്ക് നല്ല പ്രയോറിറ്റി കൊടുത്തിട്ട് അയാൾ നമുക്കത് തിരിച്ച് തരുന്നില്ല എന്ന് നമ്മളെ മൈൻഡിലേക്ക് ഒരാഴ്ച ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതോടെ കഴിഞ്ഞ്. പിന്നെ നമുക്ക് എന്തൊക്കെ കളിച്ചാലും ഓരായിട്ട് ക്ലോസ് ആവാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു?